Hello friends, എല്ലാവർക്കും കുക്കിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം ഉണ്ട് ട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ സബ്സ്ക്രൈബറായ അരുൺ ആണ് ട്ടോ. അപ്പോൾ അവന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പറയുമ്പോൾ ബ്രെഡ് ഹലുവയാണ് ട്ടോ. അപ്പോൾ ബ്രെഡ് ഹലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് നമുക്ക് എല്ലാ വീടുകളിലും കിട്ടുമല്ലോ ബ്രെഡ് എന്ന് പറയുമ്പോൾ. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെ തൊട്ടടുത്തുള്ള കടയിൽ പോയി ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ട് വരിക. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതായത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രെഡ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതിനെ ആദ്യം ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്രത്തോളം കുട്ടി കുട്ടി പീസാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കുട്ടി കുട്ടി പീസാക്കി എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ മൊത്തമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും തൽക്കാലം മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തായിട്ട് എന്തായാലും നമ്മൾ സ്റ്റൗവിൽ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായി വരുന്ന ടൈം നമ്മൾ അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ബ്രൗണിഷ് നിറമാവണ വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ബ്രൗണിഷ് നിറമായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനെ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ആ മുറിച്ച് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു കുട്ടി പാനാണ്, അതുകൊണ്ട് തന്നെ എല്ലാം താഴെ എത്തണം എന്നില്ല നമ്മുടെ ബ്രെഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തുള്ളൂ, നമുക്കിത് നല്ല ബ്രൗണിഷ് ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു കേട്ടോ. നെയ്യ് ഇത്തിരി കട്ടിയായതുകൊണ്ടാണ് നമുക്കിതുപോലെ കുറച്ച് കഷ്ടം. എന്തായാലും കുറച്ചുകൂടെ ഭയങ്കര ലിക്വിഡ് ആയിട്ടുള്ള നെയ്യാണെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കട്ടികളുണ്ട്, നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഇതുപോലെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ കളർ മാറി വരുന്നത്. അപ്പം നല്ലൊരു ബ്രൗണിഷ് ആവണ വരെ നമുക്കിത് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കുറച്ച് നെയ്യ് ഇടുക, നന്നായി ഇളക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം ബ്രൗണിഷ് ആക്കണോ അത്രത്തോളം നമുക്കിതിൻ്റെ കളർ കിട്ടും കേട്ടോ ഈ ഹലുവയുടെ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ബ്രൗണിഷ് ആക്കാൻ പറ്റും അത്രത്തോളം ആക്കിക്കോ, പക്ഷെ കരിഞ്ഞു വരുത്. അപ്പോൾ നമുക്കിനി എന്തായാലും ഏകദേശം ബ്രൗണിഷ് ആവുന്ന ടൈം നമുക്ക് ഇതിലോട്ട് ഇതുപോലെ ഒരു വലിയ കപ്പിൽ ഫുൾ പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകണം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന അതുണ്ടല്ലോ ഒരു ഗ്ലാസ്, അതിൻ്റെ ഒരു 2 ഗ്ലാസ് ഉണ്ടാവും. നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ടൈം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കാഷ്യൂ ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ്, അത് നമുക്കിതുപോലെ ചെറിയൊരു കല്ലിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അധികം നമുക്ക് അരയ്ക്കണ്ട, ചെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചെറുതെ ഒന്ന് ചതച്ചെടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ഇത് അവിടെ ഇരുന്നിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹലുവ. അപ്പോൾ ആ ടൈമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനെ ഇതുപോലെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം തൽക്കാലം. എന്നിട്ട് നേരെ ഇതിനെ നമ്മുടെ കൂട്ടിലോട്ട് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തായാലും ഇത് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇതുകൂടെ ആകുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇരുന്നിട്ട് ഇതൊന്ന് സെറ്റാവട്ടെ, നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഇത് എന്തായാലും ചേർത്തി തീരുമെന്നൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് കളറൊക്കെ വേണമല്ലോ, പിന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലല്ലേ, അപ്പോൾ കുറച്ച് കളറൊക്കെ വേണമല്ലോ യൂട്യൂബ് വീഡിയോസിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടോ. ഒരു ചെറിയൊരു റെഡ് കളറൊക്കെ നമുക്ക് വരും നമ്മുടെ ഹലുവയ്ക്ക്, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ടൈമാണ് നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു കപ്പിൽ ഫുൾ പഞ്ചസാര എടുത്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കപ്പ് തന്നെ ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു കപ്പ് ആഡ് ചെയ്യുള്ളൂ, അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്താം. എന്തായാലും നമ്മൾ ഒരു കപ്പ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത് കുറച്ച് ലിക്വിഡായി വരും, അതായത് കുറച്ച് കട്ടി കുറഞ്ഞു വരും നമ്മൾ മധുരം ആഡ് ചെയ്യുമ്പോൾ, പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ അത് ആ പഞ്ചസാരയുടെ ഇതൊക്കെ വെള്ളമായിട്ട് അതിലോട്ട് അലിഞ്ഞ് ചേരുകയാണ്. അപ്പോൾ കണ്ടോ കുറച്ചൊരു ലിക്വിഡിഫൈ ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്കിത് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കണത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാനിൽ നിന്ന് ഇത് വിട്ട് വരും. അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ഇതുപോലെ
നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കി ഏകദേശമൊക്കെ നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു പരുവായിട്ടുണ്ട് കേട്ടോ ഹലുവയുടെ. ഇനിയിപ്പോൾ അധികം നേരം നമുക്കൊന്നും ചെയ്യണമെന്നില്ല. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ പരുവം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വരണം കണ്ടോ. എന്തായാലും നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അധികം നേരം നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഹലുവ റെഡി ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് നെയ്യോടെ ഒഴിച്ചു കൊടുത്തിട്ട് തൽക്കാലം ഒന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് സേവിങ് ഡിഷിലോട്ട് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, എന്തായാലും അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു സ്പൂൺ തന്നെ എടുക്കുന്നുണ്ട്. നിറയെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ചവയ്ക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. ശരിക്കും ബ്രെഡ് ഹലുവയാണെന്നൊന്നും പറയില്ല കേട്ടോ. അമ്മമാർക്ക് ഇടും സാധനം. നീ നിൽക്കണ്ടാവും, നീമ്പാ. നമ്മൾ ക്യാമറമാനും ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്യിപ്പിച്ച് കഴിച്ചു നോക്ക്. ശരിക്കല്ലേ? ശരിക്കും പൊളിയാട്ടോ ഗൈസ്. എന്തായാലും നമുക്കിത് പരിചയപ്പെടുത്തി തന്ന അരുണിനൊരു ബിഗ് താങ്ക്സ് കേട്ടോ. കാരണം ഇങ്ങനൊരു സാധനം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല, ബ്രെഡ് വെച്ചിട്ടൊക്കെ ഒരു ഹലുവ ഉണ്ടാക്കാൻ പറ്റുന്നത്. അവൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്ത്. എന്തായാലും കിട്ടും സാധനം കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ വീണ്ടും കൊറോണ കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.